എന്തായാലും നമുക്ക് വോട്ടും കട്ടറിൻ്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്തായാലും മഞ്ചേശ്വരം മണ്ഡലമാണ് എന്തായാലും ഒന്നുകൂടി പരിശോധിക്കാൻ പോകുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. SDPIയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 2 ദിവസം നടന്നത്. എന്തായാലും SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പക്ഷേ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇട നൽകുന്ന 2 ദിവസങ്ങളാണ് മഞ്ചേശ്വരവുമായി ബന്ധപ്പെട്ട് കടന്നുപോയത്. 87 മുതൽ BJP 2ാം സ്ഥാനത്ത് തുടർച്ചയായി എത്തുന്ന മണ്ഡലം എന്നത് തന്നെയാണ് മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം ഇത്തവണയും സജീവ ചർച്ചയിലുണ്ടാകും. അത് SDPI മത്സരരംഗത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാകും. പക്ഷേ SDPIയുടെ മത്സരവും അതിൽ നിന്നുള്ള പിന്മാറ്റവും അടക്കമുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സജീവമായ ചർച്ചയിൽ നിന്നത്. എന്തായിരിക്കും മഞ്ചേശ്വരത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം എങ്ങനെയായിരിക്കും ജനവിധി എഴുതുക എന്നുള്ളത് നിർണായകമാണ്. BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി തന്നെ കരുതുന്ന മഞ്ചേശ്വരം. രാകേഷ്, എന്തായാലും മഞ്ചേശ്വരം BJPയെ സംബന്ധിച്ചോളം അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നമ്മൾ കുറേ മണ്ഡലങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അവരുടെ ശരിക്കുമുള്ളൊരു A ക്ലാസ് മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം. അവിടെ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? അതിപ്പോൾ SDPI അടക്കം മത്സരിക്കുമ്പോൾ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. SDPIയുടെ പിന്മാറ്റം അത് ഏതെങ്കിലും മുന്നണിക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിപ്പോൾ കാസർഗോഡ് ജില്ല എടുക്കുകയാണെങ്കിൽ മൊത്തം 5 മണ്ഡലങ്ങൾ, അതിൽ തന്നെ 3 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമുള്ള 2 മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരം. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ ഈ 3 മണ്ഡലങ്ങൾക്ക് ഒരു കണ്ണൂരിൻ്റെ സ്വഭാവം പൊതുവേ ഉണ്ട്. മഞ്ചേശ്വരത്തിനും കാസർഗോഡിനും, പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തിന് ഒരു മംഗലാപുരം കൾച്ചർ അല്ലെങ്കിൽ മംഗലാപുരത്തിൻ്റെ സ്വാധീനം വലുതായുള്ളൊരു മണ്ഡലമാണ്. മാത്രമല്ല ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട്. കാരണം മംഗലാപുരത്തിൻ്റെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 80കളുടെ അവസാനമാണ് അവിടെ BJP വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നത്. മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമാണ്, ഒരു ഹിന്ദുത്വ ലബോറട്ടറി എന്ന് പറയുന്ന ജില്ല കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സ്വാധീനം തീർച്ചയായും മംഗലാപുരത്തിനുണ്ട്. അത് തന്നെയാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 87 മുതൽ, കാരണം 70 മുതൽ 87 വരെ CPI തുടർച്ചയായി വിജയിച്ച മണ്ഡലം. അവിടെ നിന്ന് അതിനുശേഷം 87 മുതൽ തുടർച്ചയായി 2ാം സ്ഥാനത്ത് BJP വരുന്നു. അതിൽ തന്നെ നമ്മളിപ്പോൾ K സുരേന്ദ്രൻ്റെ കണക്കാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. പക്ഷേ അതിനും 25 കൊല്ലം മുമ്പ് തന്നെ KG മാരാർ 91-ൽ 1072 വോട്ടുകൾക്ക് മാത്രം തോറ്റ മണ്ഡലമാണ് മഞ്ചേശ്വരം. അങ്ങനെ BJP കാലാകാലങ്ങളായി ജയിക്കാൻ നോക്കുകയും അല്ലെങ്കിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ അവർക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയാം. 91 കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ടൊരു അധ്യായം തന്നെയുണ്ട്, പാഴായിപ്പോയ പരീക്ഷണം. അത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തവുമാണ്. കാരണം ഡീൽ വലിയ തോതിൽ UDF ഒക്കെ ആരോപിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടൊരു അധ്യായം തന്നെയാണ് ഇത്തരത്തിൽ പാഴായിപ്പോയ പരീക്ഷണം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 2016 സുരേന്ദ്രൻ 89 വോട്ടിന് തോൽക്കുന്നത്. കഴിഞ്ഞ തവണ പക്ഷേ സുരേന്ദ്രൻ ഒരുപക്ഷെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നില്ലെങ്കിൽ, കാരണം അദ്ദേഹം കോന്നിയിൽ കൂടി മത്സരിച്ചു, അതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാൻ സാധിക്കുമായിരുന്ന മണ്ഡലമായിരുന്നു മഞ്ചേശ്വരം നമുക്ക് പറയാം. കാരണം 855 വോട്ട് എന്ന് പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ചെറിയ മാർജിനാണ്, 1% താഴെ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലം BJP ഇത്തവണ സുരേന്ദ്രൻ അവിടെ നേരത്തെ ക്യാമ്പ് ചെയ്യുന്നു, സുരേന്ദ്രൻ പ്രവർത്തനം ആരംഭിക്കുന്നു. പക്ഷേ UDFനെ സംബന്ധിച്ച്, ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസം നൽകുന്ന കണക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. കാരണം ആ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ലീഗ് വിജയിക്കാൻ സാധിച്ചു. CPMൻ്റെ കയ്യിൽ പുത്തിക പോലുള്ള ചില പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു, അവിടെ വിജയിക്കാൻ ഇത്തവണ സാധിച്ചു. അങ്ങനെ തദ്ദേശത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ വലിയ ആധിപത്യമുണ്ട്. പക്ഷേ തദ്ദേശത്തിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവചനാതീതം തന്നെയാണ് ഇത്തവണത്തെ മഞ്ചേശ്വരത്തെ കാര്യമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്കൊന്നു ഡീലാരോപണങ്ങളടക്കം വലിയ സജീവർച്ചയായപ്പോൾ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചൊരു മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു മഞ്ചേശ്വരം. മാത്രമല്ല ഇപ്പോൾ SDPIയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി 2 തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, എന്തായാലും UDFൻ്റെ സീറ്റ് എണ്ണം കുറയ്ക്കാൻ വേണ്ടി BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് CPM ആണ് SDPIയെ മത്സരരംഗത്ത് ഇറക്കിയത് എന്നുള്ള ആരോപണം. അല്ലെങ്കിൽ അതോടൊപ്പം ഒരു ആരോപണം എന്ന് പറയുന്നത് BJPയെ അല്ലെങ്കിൽ AKM അഷ്റഫിനോടുള്ള വ്യക്തിവിരോധം, അല്ലെങ്കിൽ അവിടെയുള്ള SDPയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് SDPI സ്ഥാനാർത്ഥി നിർത്തി, BJP ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് സ്ഥാനാർത്ഥി നിർത്തി എന്നുള്ള ആരോപണം. എങ്ങനെയാണ് ആൽവിൻ ഇതിനെ കാണുന്നത്? ഇപ്പോൾ വരുന്ന പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് തരത്തിലായിരിക്കും ചർച്ച ചെയ്യുക? അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? BJP അത് കൂടുതൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും ഈ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നിപ്പോൾ മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. SDPI സ്ഥാനാർത്ഥി പിന്മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് നേരത്തെ ഈ ഡീൽ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്നത് മറ്റു മണ്ഡലങ്ങളോട് ചേർത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായിരുന്നു. അത് നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ
ഇത്തവണ യു ഡി എഫിന് സാധ്യതകൾ കൽപ്പിക്കാൻ കഴിയുന്ന ഒത്തിരി നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് AK മഷ്റഫിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം തന്നെയാണ്. അദ്ദേഹം ആ മണ്ഡലവുമായി അത്രത്തോളം ഇഴുകിച്ചേർന്ന ഒരാളാണ്. ഏതൊരു നാട്ടിലെ ചെറിയ വിഷയങ്ങൾക്ക് ഓടിച്ചെല്ലുക, ഏതൊരു വിഷയമുണ്ടായാലും അവിടെ ഇടപെടുക, എപ്പോൾ സമയം നോക്കാതെ പോവുക. നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഷിരൂരുണ്ട്. ഷിരൂരിലൊക്കെ അദ്ദേഹത്തിന് അവിടെ ഒരു അപകടം നടന്ന സമയത്ത് അദ്ദേഹം മുഴുവൻ നേരവും അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമല്ല എങ്കിൽ പോലും നമുക്കറിയാവുന്ന പോലെ കന്നഡയുടെ സ്വാധീനം വലിയ തോതിൽ ഉള്ള സ്ഥലം കൂടിയാണല്ലോ. അപ്പം ഏതൊരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയെ കഴിഞ്ഞ 5 വർഷം അവർ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ 87 മുതൽ ഏതാണ്ട് തുടർച്ചയായി BJP 2ാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലം. അവിടെ ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് 75,000-ന് അത്രത്തോളമേ ഉള്ളൂ. മുസ്ലിം വോട്ടുകൾ അതേ സമയത്ത് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിലാണ് മുസ്ലിം വോട്ടുകൾ വരുന്നത്. അപ്പം ഏതായാലും ഇതിൻ്റെ ഒരു നെക്ക് നെക്ക് ഫൈറ്റിലേക്ക് പോകുമ്പോൾ ഈ UDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SDPIയുടെ സ്ഥാനാർത്ഥി പിന്മാറിയതിൽ ഒരുപക്ഷെ UDF അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ അത് ഒരുപക്ഷെ അത് ഗുണം ചെയ്യും. ഈ പറയുന്ന വോട്ടുകൾ സ്പ്ലിറ്റായി പോകാതെ ഇപ്പോൾ CPM ജയാനന്ദനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. പക്ഷേ ഈ AK മഷ്റഫിന് അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടി അവിടെ വരുമ്പോൾ സ്വാഭാവികമായും ആ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ആ വോട്ടുകൾ സ്പ്ലിറ്റായി പോകാതെ അത് ഒരു പക്ഷേ വീണ്ടും UDF ഗുണകരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉറപ്പായും ഉണ്ടാകും എന്നുള്ളൊരു സാധ്യത. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പഞ്ചായത്തുകൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 8 പഞ്ചായത്തുകളിൽ 7 ഭരിക്കുന്നത് UDF ആണ്. അതിൽ തന്നെ മുസ്ലിം ലീഗിന് 4 പഞ്ചായത്ത്, കോൺഗ്രസിന് 3 പഞ്ചായത്ത്, അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു പഞ്ചായത്ത് മാത്രമാണ് CPM-നുള്ളത്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതുണ്ട്. സ്വാഭാവികമായും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പോലെ ഈ BJPയുടെ ഒരു അപ്പർ ഹാൻഡ് അവിടെ ഉണ്ട് എന്നുള്ളത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തവണ അത് UDF ഒരു ശതമാനമെങ്കിലും മുമ്പിലാണ് UDF ഈ ഘട്ടത്തിൽ എന്ന് വേണം. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലവും അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് നോക്കിയാൽ ഒരു പക്ഷേ നല്ലപോലെ ഫൈറ്റ് ചെയ്താലും ഇത്തവണയും UDF തന്നെ അത് കരകയറി പോകാനാണ് സാധ്യത. BJPക്ക് ഇത്തവണയും ഒരു നിർഭാഗ്യം ഉണ്ടാകാനാണ് സാധ്യത. എനിക്കൊന്ന് ഈ BJPയുടെ ഏറ്റവും നല്ല സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ BJPയുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നല്ലോ. കാരണം BJPക്ക് ആ സമയത്ത് ഏകീകരിക്കാൻ കഴിയുന്ന വോട്ട്, സമാഹരിക്കാൻ കഴിയുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായ വലിയ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ശബരിമല, സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ BJPയേക്കാൾ ഗുണം ചെയ്തത് കോൺഗ്രസിനാണെന്ന് എനിക്ക് തോന്നുന്നു, തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം. അപ്പോൾ അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ അത്രയും നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ? നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? തീർച്ചയായും സുരേന്ദ്രൻ പക്ഷേ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൗഡ് പുള്ളർ സുരേന്ദ്രനാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല സുരേന്ദ്രൻ കുറേ നാളുകളായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് കുറച്ചായിട്ട് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും സുരേന്ദ്രനോളം പറ്റിയ കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കാസർഗോട്ടുകാരായ ഏതെങ്കിലും തരത്തിലുള്ള കാൻഡിഡേറ്റുകൾ അല്ലാതെ സ്റ്റേറ്റ് വൈഡ് ഒരു ഇമേജുള്ള അല്ലെങ്കിൽ ഒരു പ്രൗഡ് പുള്ളറായിരുന്ന നേതാവ് തീർച്ചയായും K. സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആസിഫ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നേരത്തെ വലിയ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയാണ്. മാത്രമല്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അപ്പർ ഹാൻഡ് UDF-നുണ്ട്. പ്രത്യേകിച്ച് പാൽവിൻ സൂചിപ്പിച്ച പോലെ തന്നെ SDPIയുടെ കാൻഡിഡേറ്റ് അവിടെ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് തദ്ദേശത്തിൽ ഏതാണ്ട് 10,000-ന് മുകളിൽ പഞ്ചായത്തുകളുടെ കണക്ക് നോക്കുമ്പോൾ UDF-ന് ആധിപത്യമുണ്ട്. പക്ഷേ ആ പാറ്റേൺ വ്യത്യസ്തമാണ്. പക്ഷേ SDPI അവിടെ വരികയാണ്, അവർക്ക് ഏതാണ്ട് 7,000 വോട്ട് അവർ തദ്ദേശത്ത് നേടിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ ചിത്രം മാറുമായിരുന്നു. പേരും പ്രശ്നമായിരുന്നു. തീർച്ചയായിട്ടും 2 ഒരേപോലുള്ള പേര്, അഷ്റഫ് എന്നുള്ള പേര് 2 പേർക്കും വരുന്നു. തീർച്ചയായിട്ടും അത് വലിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരുപക്ഷെ റിസൾട്ടിനെ തന്നെ മാറ്റിമറിക്കാവുന്ന ഘടകമായിരുന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പറയുമ്പോൾ പോലും സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ്, BJPയെ സംബന്ധിച്ച് ഒരു ക്രൗഡ് പുള്ളറാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിശ്ചയമായും നമുക്ക് അത് അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ പല അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് മുതലാക്കാൻ BJP കഴിഞ്ഞിട്ടുമില്ല. തദ്ദേശത്തെ കണക്കുകൾ തീർച്ചയായും UDF-ന് ആശ്വാസം പകർന്നതാണ്. പിന്നെ AK മഷ്റഫ് എന്ന് പറയുന്ന MLA തീർച്ചയായും ആ മണ്ഡലത്തിൽ സജീവമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടോൾ സമരമടക്കം ടോൾ സമരത്തിലടക്കം അദ്ദേഹം സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായും UDF-ന്. അതുപോലെ തന്നെ ബാങ്ക് ജപ്തിയുമായി ബന്ധപ്പെട്ട ഒരു 3 കുടുംബങ്ങളുടെ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് അവിടെ അത് ഒഴിവാക്കി കൊടുക്കാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെ എല്ലാ വിഷയങ്ങളിലും അവിടെ ഇടപെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതുകൊണ്ടാണ് AK മഷ്റഫിന് ഒരു പ്ലസ് പോയിന്റ് അധികമായി ഉള്ളത്. എനിക്ക് ആ ഒരു മണ്ഡലത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേ, അതായത് ഇപ്പോൾ ഒരു തവണ കുഞ്ഞമ്പു വിജയിച്ച് വരുമ്പോഴും 2ാം സ്ഥാനത്തേക്ക് BJP എത്തുന്നുണ്ട്, 3ാം സ്ഥാനത്തേക്ക് തോന്നുന്നു. അതൊരു വിചിത്രമാണ് തോന്നുന്നത്. കാരണം BJP വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഏകീകൃതമായ ഒരു വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അവിടെ
തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഒരുപക്ഷെ എനിക്ക് നോക്കുകയാണെങ്കിൽ ഈ CPM-ന്റെ വോട്ടിംഗ് പാറ്റേൺ തന്നെ അവിടെ ഒരു നിർണായക 2006 രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. 2006 ഒന്ന് സംസ്ഥാനത്ത് കുട്ടിക്ക് ഒരു VS തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. 2 അവിടെ പ്രാദേശികമായി UDF-നകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് CH കുഞ്ഞമ്പു അവിടെ വിജയിക്കുന്നത്. അത് നോക്കുകയാണെങ്കിൽ പോലും CH-ന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 5000 താഴെയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 2000 താഴെയാണ്. അപ്പോൾ മൊത്തം വോട്ടുകൾ ഏതാണ്ട് 7000 താഴെയാണ്. 3 പാർട്ടികളുടെയും വോട്ട് 7000-ന് ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ UDF-ഉം BJP-യും ആണ്. CPM ചിത്രത്തിൽ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അവിടെ CPM-ന്റെ ചില നിലപാടുകൾ നിർണായകമാവുന്നുണ്ട്. ഇപ്പോൾ ഇത്തവണ തന്നെ അവിടെ ഷാനവാസ് പാദൂരെ മത്സരിപ്പിക്കണം എന്നൊരു നിലപാടാണ് അവിടെ DYFI-യുടെ പാർട്ടികൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, പക്ഷേ CPM അവിടെ നിർദ്ദേശിച്ച പേര് KR ജയാനന്ദ് എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ തവണ പരിഗണിച്ച് അവിടെ എതിർപ്പ് മൂലം മാറ്റിവെച്ച പേരാണ്. പിന്നീട് VV രമേശിനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വോട്ടുകൾ പോകേണ്ടതില്ല, സ്പ്ലിറ്റ് ആകേണ്ടതിന്റെ നിലപാട് അവിടെ CPM സ്വീകരിക്കുന്നുവെന്ന് നിശംസിക്കും നമുക്ക് പറയാൻ കഴിയും. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇത്തവണ ഓരോ റിസൾട്ട് വരുമ്പോഴും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന മേഖലകളിൽ സ്വാഭാവികമായി അവിടെ UDF-ന് ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളടക്കം മുൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാര്യം നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നു. അതിൽ ഫാസിസ്റ്റ് BJP-യെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ് അന്ന് അവിടെ ആ കാലത്തും CPM നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തവണയും ആ നിലപാടിലേക്കൊക്കെ വരാൻ അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഈ കാസർഗോഡിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ തവണ കാണുന്ന ക്രോസ് വോട്ടിംഗ് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് അത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതൊരു സാധ്യത ഇല്ലാതെയില്ല. നമ്മൾ ഈ കുഞ്ഞമ്പൂ മത്സരിച്ച സമയത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം ജയാനന്ദ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സുരേന്ദ്രന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന കൂടെ വെച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ UDF-ന് അങ്ങനെ ഒരു സീറ്റ് കയറിപ്പോകുക എന്നുള്ളൊരു അജണ്ടയൊന്നും വെച്ചുകൊണ്ട് സ്വാഭാവികമായും പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം അധികാരം ലഭിക്കുക എന്നുള്ളതാണ് UDF-ന്റെയും LDF-ന്റെയും അജണ്ട. പക്ഷേ അതേ സമയത്ത് തന്നെ ചില സീറ്റുകളിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. BJP ജയിക്കുന്ന സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചില മേഖലകളിൽ മാറി ചിന്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പാലക്കാട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ UDF-നെ സംബന്ധിച്ച് തീർച്ചയായും ഈ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി AK അഷ്റഫ് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും UDF-ൻ്റെ നിലപാട് അവിടെ ഉണ്ടെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന പോലെ ഈ കന്നഡ സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ BJP-യുടെ അവിടുത്തെ ചുക്കാൻ പിടിക്കുന്നത് പോലും എങ്ങനെയാണ് കർണാടകയിൽ നിന്നുള്ള RSS സംവിധാനത്തിൽ നിന്നാണ്. അപ്പം സത്യപ്രതിജ്ഞ പോലും കന്നഡയിലാണോ സംശയം? പക്ഷേ മഞ്ചേശ്വരത്ത് ഒരു ഡീൽ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതിൻ്റെ അകത്തൊരു 5 മണ്ഡലങ്ങൾ മഞ്ചേശ്വരം അല്ല അത് ഇപ്പോൾ അതിങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അത് എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുമായിരിക്കും. ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ പോലും അവിടെയും അല്ലെങ്കിൽ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ പോലും നമുക്കാണെങ്കിൽ പറയായിരുന്നു സുരേന്ദ്രനെ ജയിപ്പിക്കാനുള്ള ഡീലാണെന്നോ ഒക്കെ വേണമെങ്കിൽ ആരോപിക്കാമായിരുന്നു പേരിന്. അല്ല, അത് ആദ്യഘട്ടത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത്. ഈ ഷാനവാസ് ബാദുവിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഘട്ടത്തിലാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും വരെ പറഞ്ഞു. ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അല്ല, ആദ്യം മഞ്ചേശ്വരത്തിൻ്റെ കാര്യം പറഞ്ഞു, മറ്റു മണ്ഡലങ്ങളല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് കോന്നി റാന്നിയൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ സമയം എന്തായാലും പൂർണ്ണമാവുകയാണ്. എന്തായാലും മഞ്ചേശ്വരം കഴിഞ്ഞ 2 ദിവസം സജീവ ചർച്ചാ വിഷയമായിരുന്നു. അവിടെ എന്തെങ്കിലും ഡീല് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. ഡീല് SDP-യുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ഏതായാലും SDP-യുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ പിന്മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇനി മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും വളരെ നിർണായകമായിരിക്കും. ഏറ്റവും ഒടുവിൽ ആര് വിജയിക്കുമെന്നത് ഏറ്റവും ഒടുവിൽ മാത്രം അറിയുന്ന, അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങൾ വോട്ടെണ്ണലിൻ്റെ ഓരോ നിമിഷങ്ങളും കാത്തിരിക്കേണ്ട സാഹചര്യം, അത് മാറി മാറി വരുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും നമുക്ക് ആ റിസൾട്ടിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഇന്നത്തെ വോട്ടും കാട്ടലും ഇവിടെ പൂർത്തിയാകുകയാണ്. നന്ദി, നമസ്കാരം.